ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലുള്ളവ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതിന് മുൻപേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അറിയാത്തവരായിട്ട് ആരും കാണില്ല. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തും ഇവിടെ രണ്ടും ഇവിടേക്ക് ഒരു തരി പോലെ കാണപ്പെടും. അതാണ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഈ മുഖക്കുരുണ്ടാകുന്ന ആണി പോലെ അതുപോലെ കാണപ്പെടും. അപ്പോൾ ബേസിക്കലി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ സ്കിന്നിലുണ്ടാകുന്ന പോർസിനകത്ത് ഓപ്പൺ പോർസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മൾ ഈ പൊടിയും അഴുക്കുമൊക്കെ അതിനകത്ത് പറ്റിയിട്ട് അടിഞ്ഞു കൂടിയിരിക്കുമ്പോൾ അതാണ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത് അത് അടഞ്ഞു കുടിക്കും. വൈറ്റ് ഹെഡ്സിൽ നമ്മുടെ ഈ ഓക്സിജൻ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്. അപ്പോൾ മാത്രമല്ല, ഇതിൽ നമ്മൾ വൈറ്റ് ഹെഡ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ബ്ലാക്ക് ഹെഡ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും എണ്ണ പലഹാരം യൂസ് ചെയ്തിരിക്കണം കേട്ടോ. എണ്ണ പലഹാരം യൂസ് ചെയ്തിരിക്കും. കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് ഓയിൽ സ്കിന്നുള്ളവർക്കാണ്. മാത്രമല്ല കുറച്ച് വണ്ണമുള്ളവർക്കൊക്കെ ഇത് കൂടുതലായിട്ട് ഇത് കാണാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് ഇത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. എപ്പോഴും ഒരു ഫേസ് വാഷ് ഉപയോഗിക്കണം. മാത്രമല്ല നിങ്ങൾ ഇത് ചൂടുവെള്ളം കൊണ്ട് മുഖം സ്റ്റീം ചെയ്യണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വേറെന്താ, അങ്ങനെ നമ്മൾ ഒരു കൺട്രോളിലിരുന്നാൽ നമുക്ക് തടയാട്ടോ ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ വേണം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ ബേസിക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കതെങ്ങനെ റിമൂവ് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ കോൾഗേറ്റും ബ്രഷുമാണ്. കോൾഗേറ്റും ബ്രഷും തേക്കുമ്പോൾ ആരും ചിരിക്കരുത്. നമുക്കത് പല്ല് മാത്രമല്ല തേക്കാൻ പറ്റുക, ഇതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് നമുക്ക് കുറച്ച് കോൾഗേറ്റ് എടുത്തിട്ട് കാണിച്ചു കേട്ടോ. ഇതുപോലെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ അവിടെ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇതുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. എനിക്കിപ്പോൾ മൂക്കിൽ മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ കാണിക്കും. ആഹാ, ഓ ഇതൊന്നും എനിക്കിങ്ങനെ കണ്ട് ചിരി വരുന്നു ഗൈസ്. ശരി, ഓക്കെ. അപ്പോൾ ഇതിങ്ങനൊരു 2 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഒരു ബ്രഷ് എടുക്കണം. നമ്മൾ എന്താ പറയുക, ഉപയോഗിക്കാത്തൊരു ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് എടുത്തിട്ട് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിത് സ്ക്രബ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള എന്താ പറയുക ബ്രഷ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡാമേജ് ആവും സ്കിന്നല്ലേ. ഇതൊരു നല്ലതുപോലൊരു 2 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി കേട്ടോ. ഇവിടെയാണ് കൂടുതലും കാണുന്നത്, ഇവിടെ സ്ക്രബ്. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വൈപ്പ് ചെയ്ത് ഇങ്ങനെ കളയണം കേട്ടോ. വാഷ് ചെയ്ത് കളയണ്ട, ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതൊക്കെ നല്ലൊരു റെഡിഷ് കളറായി. ഇത് വൈപ്പ് ചെയ്ത് ഇങ്ങനെ കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് ഇറിറ്റേഷനൊക്കെ തോന്നും. കോൾഗേറ്റ് അല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ കേട്ടോ. എന്നിട്ടാണ് അടുത്ത് ഇതുപോലൊരു കോട്ടൻ്റെ തുണി എടുക്കണം. തുണി എടുത്തിട്ട് മൈൽഡായിട്ടുള്ള ചൂടുവെള്ളത്തിൽ ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ഫേസിൽ എവിടെയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ എനിക്ക് കുറച്ചൊക്കെ എനിക്ക് മാറിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ചുമന്ന ഒരു റെഡ് കളറായിട്ടുണ്ട്. നല്ലപോലെ ചൂടുവെള്ളം കൊണ്ട് സ്റ്റീം ചെയ്തെടുക്കണേ. ഓവർ ചൂടെടുക്കണ്ട, കുറച്ച് മൈൽഡായിട്ടുള്ള
സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തേൻ എടുക്കണം കേട്ടോ. തേൻ എടുത്ത് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ എന്താ പറയുക ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ തേൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈഡ്രേഷൻ, നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ തരാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ തേന്. മാത്രമല്ല ഇത് ലൈറ്റനിങ്ങിനും ഉപകാരമാണ്. ഇങ്ങനെ നല്ലതുപോലെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എൻ്റെ കയ്യിലൊക്കെ പിടിച്ചു. ഇത് ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യണം. ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉടനെ എന്താ പറയുക, ഉടനെ അങ്ങനെയൊന്നും പോകത്തില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നല്ലതുപോലെ മസാജ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ ഞാൻ മസാജ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ലതുപോലെ 2-3 മിനിറ്റ് മസാജ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് മൈൽഡായിട്ടുള്ള ചൂടുവെള്ളത്തിൽ ഇതിനൊന്ന് ഇങ്ങനെ ക്ലീനാക്കി എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഒന്ന് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താ പറയുക, ഈ പോൾസിലോട്ട് പൊടിയോ അഴുക്കൊക്കെ വരാതെ നമുക്ക് തടയാൻ പറ്റും. എന്ത് ചെയ്താലും അതൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ലതുപോലെ പണി കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരും. ടാറ്റാ.